നമസ്കാരം. ബഹുമാനപ്പെട്ട മന്ത്രി, MLA ജയകുമാർ സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തികളെ, CDTC ഒരു കോവിഡ് കാലത്ത് തോന്നിയൊരാശയമാണ്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ മാത്രമേ നമ്മൾ കലാരൂപങ്ങൾ ആസ്വദിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത്, കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് കലാകാരന്മാരാണ്. ലോക്ക്ഡൗൺ കഴിഞ്ഞ് കോവിഡ് കാലവും കഴിഞ്ഞ് എല്ലാവരുടെയും പോക്കറ്റുകൾ നിറഞ്ഞതിന് ശേഷമാണ് വീണ്ടും അവർക്ക് ഉത്സവങ്ങളും ഉത്സവപ്പറമ്പുകളും വേദികളും കിട്ടിയത്. ഇത്രയും വികസിച്ചിട്ടുള്ള ടെക്നോളജി ഉള്ള സമയത്ത് ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചപ്പോൾ എങ്ങനെ അവരെ മുൻനിരയിലേക്ക് എത്തിക്കാം എന്നൊരു ചോദ്യം ഉണ്ടാവുകയും അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് നിങ്ങൾ ഈ കാണുന്ന വെബ്സൈറ്റ്. ഒരുപാട് ആൾക്കാരുടെ ആലോചനകളുടെയും അവരുടെ കോൺട്രിബ്യൂഷൻസിൻ്റെയും ഫലമാണ് ഈ കാണുന്ന വെബ്സൈറ്റ്. ഇത് മുന്നിലെത്തിച്ചപ്പോൾ, ഇത് രൂപകൽപ്പന ചെയ്തപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് കൺസ്ട്രെയിൻസ് നമ്മളുടെ മുന്നിലുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ മാത്രമാണ് നമുക്ക് CDTCയിലുള്ളത്. അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണം. യൂണിവേഴ്സിറ്റിയാണ്, യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ നടത്തണം, ക്ലാസ്സുകൾ എടുക്കണം, കുട്ടികളെ ബോധവൽക്കരിക്കണം, അവർക്ക് പ്രചോദനം നൽകണം. ഇതിൻ്റെ എല്ലാം പുറമെയാണ് നമ്മൾ ഈ സെൻറ്ററിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തേണ്ടിയിരുന്നത്. അങ്ങനെ നമുക്ക് യുനെസ്കോ മോഡൽ കിട്ടുകയും ആ യുനെസ്കോ മോഡലിനെ അടിസ്ഥാനമാക്കിയിട്ട് ഡേറ്റ കളക്ഷൻ തുടങ്ങേണ്ടി വന്നു. ഭാരത് ഭവൻ അവരുടെ മഴമിഴി, തളിർമിഴി പ്രോഗ്രാമുകളുടെ വീഡിയോ നമുക്ക് ഷെയർ ചെയ്യുകയും അത് വെച്ചിട്ടാണ് ബേസിക്കായിട്ട് നമ്മൾ ഈ പോർട്ടൽ ഡിസൈൻ ചെയ്തത്. ഇപ്പം മറ്റ് അക്കാഡമികളും നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ MOU സൈനിങ് പ്രോസസ്സ് അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ്. കൂടാതെ നമ്മളുടെ ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സ്, കലാരൂപങ്ങളുടെ നമ്മളുടെ പലരുടെയും കയ്യിലുണ്ട്, പബ്ലിക്കിൻ്റെ കയ്യിലുണ്ട്. പബ്ലിക്കിൻ്റെ കയ്യിലുള്ള കലാരൂപങ്ങളെ നിങ്ങൾക്ക് CDTC പോർട്ടൽ വഴി നമ്മളുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കാം. പിന്നീടുള്ള ഒരു ശ്രമകരമായ ദൗത്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വാലിഡേഷനാണ്. ഈ കിട്ടുന്ന കലാരൂപങ്ങളെല്ലാം എങ്ങനെയാണ് കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളാണോ, അതിനകത്ത് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്തിട്ടുണ്ടോ, ഏതൊക്കെ വിഭാഗങ്ങളാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് സാംസ്കാരിക വകുപ്പ് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ നമുക്ക് നൽകാമെന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എക്സ്പേർട്ട് കമ്മിറ്റി ആയിരിക്കും ഈ കലാരൂപങ്ങളുടെ എല്ലാം വാലിഡേഷൻ ചെയ്യുന്നതും ഏതൊക്കെ കലാരൂപങ്ങൾ നമ്മളുടെ പോർട്ടലിൽ ഡിസ്പ്ലേ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും അവരായിരിക്കും. അങ്ങനെ വരുമ്പോൾ പബ്ലിക് കോൺട്രിബ്യൂഷനും സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലെ ഡീറ്റെയിൽസും വെച്ചിട്ട് കേരളത്തിൻ്റെ എല്ലാ കലാരൂപങ്ങളും ഈ പോർട്ടൽ വഴി നമുക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഒരു വിശ്വാസമുണ്ട്. ഇത് ഭാവി തലമുറയ്ക്കുള്ളൊരു കരുതലായിട്ട് ഞങ്ങൾ സൂക്ഷിക്കുകയാണ്. എന്തു തന്നെയാണെങ്കിലും ഇങ്ങനെ ഒരു പരിപാടിയിൽ കടൽമിഴി പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വെബ്സൈറ്റ് പ്രകാശിപ്പിക്കാൻ അവസരം നൽകിയ ഭാരത് ഭവനും കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും നമ്മളുടെ CDTCയുടെ പേരിലും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.